സാറൊന്നും കേൾക്കുന്നില്ലല്ലോ. എനിക്ക് മാത്രാണോ? ഇല്ല, കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്നും പറഞ്ഞിട്ടില്ലേ? കേൾക്കുന്നില്ല സാർ. കേൾക്കുന്നില്ലല്ലോ. ഒന്നും പറയുന്നില്ലല്ലോ കേൾക്കാൻ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ. ഓക്കെ അല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറയും. അതായത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഭക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിൽ കഴിക്കുന്നിടത്ത് ഭക്ഷണമല്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ശരീരം എന്താവരുത്, വെറും കാലിമാരായിട്ടിരിക്കരുത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ എന്തെങ്കിലും കുടിച്ചിട്ട് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യാൻ വരിക. ഇത്രയും ദിവസം നോമ്പ് സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോമ്പിന് ശേഷം മുറിച്ചതിന് ശേഷമൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. നോമ്പിന് ശേഷമുള്ള ആദ്യത്തെ ലൈവാണ് നമ്മുടെ ഈ ക്ലാസ് വരുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് വരുന്നവരുണ്ട്, ആദ്യമായിട്ട് കയറിയവരുണ്ട്. ആദ്യമായിട്ട് കയറിയവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മളിപ്പോൾ അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ളത് വയറ് തന്നെ ആയിരിക്കാം. കുടവയറ് അല്ലെങ്കിൽ കൊഴുപ്പ് ബുദ്ധിമുട്ടായിരിക്കും അധികം ആൾക്കാർക്കുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് എല്ലാം വയറിന് വേണ്ടിയുള്ളതല്ല. കാരണം നമ്മൾ എല്ലാ ദിവസവും വർക്കൗട്ട് വയറിന് വേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ വയറ് കുറയില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റ്, അതിന് അനുസരിച്ചുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ റെസ്റ്റ് എടുക്കുക. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 50% ഡയറ്റും 25% എക്സസൈസും 25% ശരീരത്തിന് റെസ്റ്റും കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ വയറിന് വേണ്ടി തന്നെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ വയറൊരിക്കലും കുറയില്ല. നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് വേണ്ടിയാണോ എക്സസൈസ് ചെയ്യുന്നത്, ആ ഭാഗത്തിന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അത് റിക്കവർ ആവാനുള്ളൊരു റെസ്റ്റ് കൊടുക്കണം. എങ്കിലേ നമ്മുടെ ആ വർക്കൗട്ട് ചെയ്ത് ഉടഞ്ഞ ഭാഗം തിരിച്ചത് റിക്കവറായി അവിടെ മസിൽ ബിൽഡാകത്തുള്ളൂ. അപ്പോൾ ആ രീതിക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സസൈസിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കുക. റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് എക്സസൈസ് ചെയ്തിട്ട് 2 ദിവസം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. ഇന്ന് നമ്മൾ വയറിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ് ചെയ്തതെങ്കിൽ 2 ദിവസം വയറിന് വേണ്ടി ചെയ്യാതിരിക്കുക. ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? വേറെ ഏതെങ്കിലും പാർട്സിന് വേണ്ടി ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പാർട്സുകളുണ്ട്. നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഷോൾഡറുണ്ട്, നമുക്ക് ബൈസുണ്ട്, ട്രൈസുണ്ട്, ചെസ്റ്റുണ്ട്, ബാക്കുണ്ട്, ലെഗുണ്ട്, പിന്നെ വയറുണ്ട്, ആപ്സ് ഉണ്ട്. സാറ് വോളിയം തീരെ കുറവാണ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. മൊത്തത്തിലുള്ള പ്രശ്നമാണോ? അങ്ങനെ തന്നെ എനിക്ക്. വോയിസ് കുറവാണ്. കേൾക്കുന്നുണ്ട് പക്ഷേ കുറവാണോ? അങ്ങനെയാണോ? അതെ, കേൾക്കുന്നുണ്ട്, പക്ഷെ വോളിയം കുറവാണ്. ആണോ? ഒന്ന് വെയിറ്റ് ചെയ്യണേ, കറക്റ്റ് ചെയ്യാം.
ഇപ്പൊ നല്ലപോലെ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ, സൗണ്ട് കുറവാ. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? സൗണ്ട് കുറവാണോ ഇപ്പോഴും? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സൗണ്ട് തീരെ കുറവാണ്. നമുക്ക് ചെവിയോട് ചേർത്ത് വെച്ചാലേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്ക് കുറവാണ്? എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്? അല്ല, സൗണ്ട് ഉണ്ടല്ലോ. ഇല്ല, സൗണ്ട് ഉണ്ട്, നേരത്തെ ഉണ്ട്. സൗണ്ട് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏതൊരു പാർട്സിന് വേണ്ടി എക്സസൈസ് ചെയ്താലും അവിടത്തേക്ക് എന്ത് ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. റെസ്റ്റ് കൊടുത്തിട്ട് അതിന് ശേഷം 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഇടവിട്ടിട്ട് വീണ്ടും അതിനുവേണ്ടി ചെയ്യുക. ഇപ്പോൾ നമ്മൾ വയറാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 2 ദിവസം വയറിന് വേണ്ടി എക്സസൈസ് ചെയ്തതിന് ശേഷം റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, വയറിന് വേണ്ടി എക്സസൈസ് ചെയ്യുക. വീണ്ടും 2 ദിവസം എന്ത് ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക. വീണ്ടും വയറിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് പോയാലാണ് എന്ത് ചെയ്യൽ, നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നത്. നമ്മളിപ്പോൾ എക്സസൈസ് മാത്രം ചെയ്താലും നമുക്ക് വണ്ണം കുറയാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരാളുടെ ശരീരത്തിന് വേണ്ട കാലറി ഡെഫിസിറ്റ് എന്ന് പറയും. ഒരു 2000 കാലറിയാണ് ഒരാളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതെങ്കിൽ അയാളിപ്പോൾ 1600 കാലറിയാണ് ഡെയിലി കഴിക്കുന്നത്. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നില്ല, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്ത് 1600 കാലറി എല്ലാ ദിവസവും അങ്ങനെ കഴിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യും, വണ്ണം കുറയും. അതിനി എക്സസൈസ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, വണ്ണം കുറയും. ഇനി ഒരാൾ ജിമ്മിനും പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ 2000 കാലറിയാണ് ശരീരത്തിന് വേണ്ടത്, പക്ഷേ 2400 500 കാലറി എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി കഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജിമ്മിന് പോയാലും എന്ത് ചെയ്താലും എന്ത് ചെയ്യില്ല, വണ്ണം കുറയില്ല. ഇപ്പോൾ ഒരാൾ 2000 കലോറിയാണ് ശരീരത്തിന് വേണ്ടത്, 2000 കലോറി തന്നെ കഴിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യില്ല, വണ്ണം കൂടത്തുമില്ല കുറയത്തുമില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കൂട്ടലും കുറയ്ക്കലും ചെയ്യുന്നത് എന്താണ്, ഡയറ്റാണ്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലറി ഡെഫിസിറ്റിന് ഇൻക്രീസ് ഉണ്ടാവും. പിന്നെ മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, മസിൽ ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ലൈവ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തു വന്നിരുന്നത് ഓരോ അവയവത്തിന് വേണ്ടിയുള്ള എക്സസൈസ് ആയിരുന്നു. ആപ്സിന് വേണ്ടി, പിന്നെ നമ്മൾ ബൈസിന് വേണ്ടി കാണിച്ചിരുന്നു, ഷോൾഡറിന് വേണ്ടി കാണിച്ചിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എക്സസൈസ് ആയാലും ഇനി ജിമ്മിന് പോയി ചെയ്താലും ഫസ്റ്റിൽ നമ്മൾ പോയി ഓരോ പാർട്സിന് വേണ്ടി എന്ത് ചെയ്യില്ല, എക്സസൈസ് ചെയ്യില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യും. അല്ല സാർ, ഒരു മിനിറ്റ്. ഈ അൻഷിത എന്ന് പറഞ്ഞ ആളൊന്ന് മ്യൂട്ട് ആക്കാൻ പറയുമോ? 2 സൗണ്ടും കൂടി ഇതായിട്ട് കേൾക്കുന്നില്ല. അൻഷിതയോ? ആ, ഓക്കെ, അൻഷിത മാം ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പൊ ഓക്കെയാണ് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ കാണിച്ചിരുന്നത്, ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ട്രൈസിനുള്ള എക്സസൈസ് ആണ്. അപ്പോൾ നമ്മൾ ഏത് എക്സസൈസ് ചെയ്താലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫുൾ ബോഡി വാമപ്പ് ചെയ്യുക. അതായത് തല മുതൽ കാല് വരെ എന്ത് ചെയ്യുക, ഫുൾ ബോഡി വാമപ്പ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓരോ പാർട്സിനും വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുക. അതിന് ജിമ്മിനായാലും ശരി എവിടെ ആയാലും നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ എക്സസൈസിലോട്ട് നമ്മൾ കടക്കും. അപ്പൊ നമ്മൾ ഇവിടെയും കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് വാമപ്പ് ആണ്. ഈ വാമപ്പ് എല്ലാ ദിവസവും ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പൊ രാവിലെ നടക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ നടന്നതിന് ശേഷം വന്നിട്ട് എന്ത് ചെയ്യാം, ഈ വാമപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ നടക്കുന്നില്ല എങ്കിലും വാമപ്പ് ചെയ്തതിനു ശേഷം ഓരോ പാർട്സിനും വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം, അതും ബെറ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് വാമപ്പ് ആണ്. ഈ വാമപ്പ് തല മുതൽ കാല് വരെ നമ്മുടെ ബോഡി എന്താകാൻ വേണ്ടി, വാം ആവാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ് കാണിക്കുന്നത്. അപ്പം ഇപ്പൊ കാണിക്കുമ്പോൾ ഓരോ അവയവത്തിന് വേണ്ടി കാണിക്കും. ഇപ്പൊ കഴുത്തൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന കാണിക്കും. അപ്പൊ കഴുത്തിന് മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വേദന ഉള്ളവരാണെങ്കിൽ അത് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇപ്പൊ മുമ്പ് വേദനയും ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഇത് ചെയ്തതിന് ശേഷം മുതൽ വേദന വരുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മുടെ ശരീരം അനങ്ങുന്നതിന്റെ വേദനയാണ്. 1-2 ദിവസത്തേക്ക് നല്ല വേദനയാണ്, പിന്നെ അത് ചെയ്ത് ശീലമാകുമ്പോഴത്തേന് അതങ്ങ് മാറിക്കോളും. ഓക്കെ, ഇപ്പോ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യരുതെന്ന് പറയാം. ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പം നടുവിനൊക്കെ ബുദ്ധിമുട്ടുള്ളവര് ആ ഭാഗത്തേക്ക് വരുമ്പോൾ എക്സസൈസ് ചെയ്യേണ്ടതില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്താൽ മതി. എക്സസൈസ് നമ്മൾ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഡയറ്റിന്റെ കൂടെ നമ്മളൊന്ന് ബോഡി ബൂസ്റ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോ പാർട്സിന് വേണ്ടിയുള്ള എക്സസൈസ് കാണിക്കും. ഞാൻ വെറുതെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ട്രൈസിന് വേണ്ടിയുള്ള എക്സസൈസ്. ട്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗമാണ്, ഈ ഭാഗത്ത് മസിലിന് വേണ്ടിയുള്ള എക്സസൈസ് എന്ത് ചെയ്യും, നമ്മൾ അതിന് ശേഷം കാണിക്കും. ഓക്കെ, നമ്മളപ്പോ തുടങ്ങാൻ പോവാണ്. ഇപ്പൊ ലൈവായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഞാൻ ചിലപ്പോൾ അരമണിക്കൂർ 1/4 മണിക്കൂർ കൊണ്ട് എല്ലാം പറഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് തീർക്കും. അപ്പൊ ഈ ലൈവായിട്ട് ചെയ്യാൻ നിൽക്കുന്നവർ അതേപോലെ പെട്ടെന്ന് ചെയ്യേണ്ടതില്ല. എന്തായാലും ശ്വാസം മുട്ടലോ ബുദ്ധിമുട്ടുകളോ കുഴച്ചിലൊക്കെ വരികയാണെങ്കിൽ അത് മാറ്റിയിട്ട് ചെയ്താൽ മതി. ഓക്കെ,
നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ശ്വാസം ഒന്ന് എടുത്ത് വിടുക, ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് അതായത് നമ്മുടെ ഈ തള്ളവിരല് മൂക്കിന്റെ മേളിൽ വെച്ചിട്ട്, ഒരു മൂക്കിന്റെ മേളിൽ വെച്ചിട്ട് ശ്വാസം എന്ത് ചെയ്യുക, എടുക്കുക, വിടുക. അതൊരു 2 വട്ടം ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ഈ മൂക്ക് അതുപോലെ തന്നെ ഓക്കെ. ശേഷം നമ്മുടെ കൈ എന്ത് ചെയ്യുക, ഈ ഇടുപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കഴുത്ത് എന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. നമ്മളിപ്പോ ഈ ഭാഗത്തേക്ക് 5 വട്ടം ആണെങ്കിൽ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, 5 വട്ടം ചെയ്യുക. ഓക്കെ, ഇതുപോലെ കഴുത്തൊന്നും എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് ഇതിന് കറക്റ്റ് കണക്കും കാര്യങ്ങളും വേണോ നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ 5 ആണെങ്കിൽ ഓപ്പോസിറ്റ് 5, 10 ആണെങ്കിൽ ഓപ്പോസിറ്റ് 10, അത് കുഴപ്പമൊന്നുമില്ല. ഇത് വാമപ്പ് ആണ്. വാമപ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡി ഒന്ന് വാമായ നമുക്ക് തോന്നുമ്പോൾ എന്ത് ചെയ്യാം, അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മുടെ 2 കൈ എന്ത് ചെയ്യാം, മുന്നിലേക്ക് വെക്കുക, ഇതുപോലെ വെക്കുക. ഈ പോർഷൻ ഇങ്ങനെ തന്നെ നിൽക്കണം. ഈ ഭാഗം മാത്രം എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഈ കാണിച്ചു തരുന്നത് പോലെ ഈ ഭാഗം മാത്രം എന്ത് ചെയ്യുക, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്തേക്ക് 5 ആണെങ്കിൽ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, 5 വട്ടം റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ 2 കൈയും ചുമരിന്റെ മേലിൽ കൂടി വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അത് 5 ആണെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കും 5 തവണ ചെയ്യുക. 10 ആണെങ്കിൽ ഓപ്പോസിറ്റ് ഭാഗത്തേക്കും 10 തവണ ചെയ്യുക. ഓക്കെ, ഓക്കെ. അതിനുശേഷം നമ്മുടെ ഈ കൈ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ കൈയുടെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ കൊണ്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കിലേക്ക് ഒന്ന് വലിച്ച് പ്രസ് ചെയ്യുക, ഒന്ന് ബോഡി ഒന്ന് അയയാൻ വേണ്ടി. ഓക്കെ, ഇതുപോലെ തിരിച്ച് അതുപോലെ തന്നെ ഈ കൈ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഓക്കെ. ശേഷം നമ്മുടെ ഈ കൈ ഇതുപോലെ തന്നെ നേരത്തെ വെച്ചതുപോലെ വെച്ചിട്ട് നമ്മുടെ ഈ നടുവിന്റെ ഭാഗം മാത്രം എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നടുവേദനയും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതില്ല. അല്ലാതെ കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ നടുവിന്റെ ഭാഗം എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇതൊരു 5 തവണ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഭാഗത്തേക്കും 5 തവണ തന്നെ ചെയ്യാം. ഓക്കെ, ഓക്കെ. ശേഷം നമുക്ക് വടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ പിടിക്കുക. വടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചതിന് ശേഷം കാല് കുറച്ചൊന്ന് അകത്തി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, കാലിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ വരിക. ഓക്കെ, തിരിച്ച് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, ഓക്കെ. ഇത് ഒരു 12 അല്ലെങ്കിൽ ഒരു 24 തവണയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് വടി ഉണ്ടെങ്കിൽ ഇതുപോലെ പിടിച്ച് ചെയ്യുക. ഇനി വടിയൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, കൈ ഇതുപോലെ പുറകെ കെട്ടുക, ഇതുപോലെ പുറകെ കെട്ടുക. കെട്ടിയതിന് ശേഷം നേരത്തെ വെച്ചതുപോലെ തന്നെ കാല് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ചെയ്യുക, കൈപ്പിടി ഇങ്ങനെ വെച്ചിട്ട്. അത് വടിയൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ബെല്ലി ഫാറ്റിനൊക്കെ നല്ലപോലെ ഉപകാരപ്പെടുന്ന ഒരു എക്സസൈസ് ആണ്. ഇതും ഒരു 12 അല്ലെങ്കിൽ ഒരു 24 തവണയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ശേഷം നമ്മുടെ ഈ രണ്ട് കാലും അടുപ്പിച്ച് വെച്ചിട്ട് മുട്ട് ഇതുപോലെ ഒന്ന് എന്ത് ചെയ്യുക, ബെൻഡ് ചെയ്ത് വെക്കുക. മുട്ടിന്റെ മേളിൽ കൈ വെക്കുക. ഓക്കെ. എന്നിട്ട് നമ്മുടെ ഈ മുട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, മുട്ട് മാത്രം ഇതുപോലെ. ഇപ്പൊ ഒരു സൈഡിലേക്ക് 5 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും 5 തവണ ചെയ്യുക. ഓക്കെ, ഇതുപോലെ. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്കും 5 ആണെങ്കിൽ 5, 10 ആണെങ്കിൽ 10, അതുപോലെ ചെയ്യുക. ഓക്കെ. ശേഷം നമ്മുടെ കാല് സ്ട്രൈറ്റ് ആക്കി വെക്കുക. നമ്മൾ നേരത്തെ കൈ ചെയ്തതുപോലെ സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് ഈ ഭാഗം മാത്രം എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക ഇതുപോലെ. നമ്മുടെ ഈ പോർഷൻ മാത്രം എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ഇടത്തേക്കാലും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ 5 ആണെങ്കിൽ 5, 10 ആണെങ്കിൽ 10, ഓപ്പോസിറ്റ് സൈഡിലേക്കും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ. ശേഷം നമ്മുടെ കാല് എന്ത് ചെയ്യുക, ഇതുപോലെ അകത്തി വെച്ചതിന് ശേഷം മാക്സിമം നമുക്ക് താഴെ ഈ മുട്ട് വളയ്ക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതിനുശേഷം നമ്മുടെ കാലിന്റെ തള്ളവിരൽ എന്ത് ചെയ്യുക, ചൂണ്ടുവിരലുകൊണ്ട് ടച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ രണ്ട് കൈയും മുന്നിലേക്ക് എന്ത് ചെയ്യുക, മാക്സിമം കൊണ്ടുപോവുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഈ രണ്ട് കൈയും പിന്നിലേക്ക് ഇതുപോലെ കൊണ്ടുപോവുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മൂന്നിട്ട് കൈ വെച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കിലേക്ക് ഇതുപോലെ എന്ത് ചെയ്യുക, ബെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കൈ എന്ത് ചെയ്യുക, താഴെ ടച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക മാക്സിമം. അതിനുശേഷം തള്ളവിരൽ ഇങ്ങനെ തൊടുക. ഈ രണ്ട് കൈയും മുമ്പിലേക്ക് കൊണ്ടുപോവുക. ഈ രണ്ട് കൈ എന്ത് ചെയ്യുക, പിന്നിലേക്ക് കൊണ്ടുപോവുക മാക്സിമം. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, താഴെ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യാൻ നോക്കുക. തള്ളവിരൽ ടച്ച് ചെയ്യുക. രണ്ട് കൈയും മുന്നിലേക്ക് കൊണ്ടുപോവുക. രണ്ട് കൈയും പിന്നിലേക്ക് കൊണ്ടുപോവുക. എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക ഇതുപോലെ. ഓക്കെ, ഇത് നമുക്കൊരു 10-12 തവണ ചെയ്യാവുന്നതാണ്. ഓക്കെ, കാല് കൈ ഇതുപോലെ എന്ത് ചെയ്യുക, താഴെ ടച്ച് ചെയ്യുക. തള്ളവിരൽ ടച്ച് ചെയ്യുക. മുന്നിലേക്ക് കൊണ്ടുപോവുക. പിന്നിലേക്ക് കൊണ്ടുപോവുക. മാക്സിമം ബെൻഡ് ചെയ്യുക. ഓക്കെ, ഇതൊരു 10-12 തവണ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ശേഷം നമ്മുടെ കാല് ഇതുപോലെ തന്നെ അകത്തി വെച്ചിട്ട് നമ്മുടെ ഈ കൈ കൊണ്ട് നമ്മുടെ ഈ കാലിലെ തള്ളവിരൽ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ കൈ എന്ത് ചെയ്യുക, മേളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാ, ഇതുപോലെ കൊണ്ടുപോവാ. ഓക്കെ, ഇതേപോലെ എന്ത് ചെയ്യുക, കൊണ്ടുപോവാ. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ പതുക്കെ ചെയ്താൽ മതി. പിന്നെ പിന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, സ്പീഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതും ഒരു 12 തവണ ചെയ്താൽ മതി. ഓക്കെ, ഇതെല്ലാം വാമപ്പ് ആണ്. ഈ കാണിക്കുന്നതൊക്കെ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇതൊരു 12 അല്ലെങ്കിൽ ഒരു 16 തവണ അല്ലെങ്കിൽ 24 തവണയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ കാഫ് മസിലിന് വേണ്ടി, അതായത് വെരിക്കോസ് വെയിൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നല്ലതുപോലെ ഉപകാരപ്പെടുന്ന ഒരു എക്സസൈസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ നിൽക്കുക. നമ്മുടെ ഈ മുന്നിലെ നഖം ആ ഭാഗം താഴെ തന്നെ വെക്കുക. ഉപ്പൂറ്റ് ഭാഗം എന്ത് ചെയ്യുക, മേലേക്ക് ഇങ്ങനെ ഉയർത്തി ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. താഴെ പതുക്കെ കൊണ്ടുവെക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മുകളിലേക്ക് ഉയർത്തുക. ഒരു 3-4-5 സെക്കൻഡ് ഇപ്പണി ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് താഴെ എന്ത് ചെയ്യുക, കൊണ്ടുവെക്കുക. ഓക്കെ, ഹോൾഡ് ചെയ്ത് വെക്കുക. താഴെ വെക്കുക. ഓക്കെ, താഴെ വെക്കുക. ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. താഴെ വെക്കുക. ഓക്കെ, ഇതും ഒരു 12 അല്ലെങ്കിൽ 16, 24 തവണയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ശേഷം നമ്മൾ കാണിക്കുന്നത് ജമ്പിങ് ജാക്സ് ആണ്. അതായത് വയറ് കുറയാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ് ഈ ചെയ്യുന്നത്. ഇത് എല്ലാ ദിവസവും ചെയ്യാൻ കുഴപ്പമില്ല. അതായത് നമ്മളിങ്ങനെ ചാടി ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചാടി ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അത് ഒന്ന് എളുപ്പമാകാൻ വേണ്ടി എന്ത് ചെയ്യുക, കാല് ഇതുപോലെ അടുപ്പിച്ച് പിടിക്കുക. ഒരു കാലം എന്ത് ചെയ്യുക, ഇങ്ങനെ കൊണ്ടുപോയി കൈ എന്ത് ചെയ്യുക, ക്ലാപ്പ് ചെയ്യുന്ന രീതിയിൽ മേളിൽ കൊണ്ടുപോയി ടച്ച് ചെയ്യുക. ഓക്കെ, ശേഷം തിരിച്ചതുപോലെ വെക്കുക.
ഓക്കെ, ഇതുപോലെ ക്ലാപ്പ് ചെയ്യുന്ന രീതിയിൽ മേളിലേക്ക് കൈ കൊണ്ടുപോവാം. ഓക്കെ, ഇതൊരു 2-3 ദിവസം ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താവും, ജമ്പിങ് ജാക്സ് സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ശേഷം ഈ കാലും അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന് ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നാളെ മുതൽ ഇങ്ങനെ സ്പീഡിൽ ചെയ്യുക. ആദ്യം ഒരു കാല്, പിന്നെ ഒരു കാല്, അങ്ങനെ ഇതുപോലെ സ്പീഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ജമ്പിങ് ജാക്സ് എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം അതൊന്ന് റെഡിയായി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് കൈ ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ജമ്പ് ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് എന്ത് ചെയ്യുക, നമ്മളൊന്ന് നിൽക്കുന്നിടത്ത് തന്നെ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, ഓക്കെ, ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ജമ്പിങ് ജാക്സ് ചെയ്യുക. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി പ്രോപ്പറായിട്ട്. ഇതുപോലെ കാലടുപ്പിച്ച് പിടിക്കുക, ഇതുപോലെ. ഓക്കെ, തിരിച്ചതുപോലെ നിൽക്കുക. ഓക്കെ, ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നമ്മൾ 2-3 ദിവസം ആദ്യം കാണിച്ചോലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഈ രീതിക്ക് എന്ത് ചെയ്യുക, പെതുക്കെ ഒരു 3-4 ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ജമ്പിങ് ജാക്സ് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, സ്പീഡിൽ ചാടി ചെയ്യുക ഇതുപോലെ. ഓക്കെ, ഇതാണ് യഥാർത്ഥ രൂപം. അതായത് നല്ലപോലെ എന്ത് ചെയ്യുക, സ്പീഡിൽ ജമ്പ് ചെയ്ത് ചെയ്യുക. നമുക്ക് നല്ല വണ്ണം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഒന്നും ജമ്പ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫസ്റ്റിൽ ആ രീതിയിൽ കാണിച്ചു തന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 12ന്റെ 3 സെറ്റ് വീതം ചെയ്യാൻ പറ്റും. അതായത് 12 തവണ ചെയ്ത് ഒരു 30 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു 12 സെറ്റ് കൂടെ ചെയ്യുക. അതിനുശേഷം 1 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഒരു 12 പ്രാവശ്യം റെസ്റ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഒരു 1.5 മിനിറ്റ് എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാം, ഈ ജമ്പിങ് ജാക്സ് ചെയ്യാം. നമ്മുടെ ശരീരത്തിന്റെ ബെല്ലി ഫാറ്റ്, വയറ്റിലെ കൊഴുപ്പൊക്കെ കുറയാൻ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു എക്സസൈസ് ആണ് ഇപ്പൊ ചെയ്ത ജമ്പിങ് ജാക്സ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഹൈനി എന്ന് പറയും. നമ്മൾ ഈ 2 കൈ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കാലിന്റെ മുട്ട് കയ്യിൽ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക ഇതുപോലെ. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് കൈ എന്ത് ചെയ്യരുത്, താഴെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യിക്കരുത്. ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക, കൈ ഇതുപോലെ വെച്ചിട്ട് കാലെന്ത് ചെയ്യുക, മുകളിലേക്ക് കൊണ്ടുപോയി ടച്ച് ചെയ്യാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, പെതുക്കെ ചെയ്താൽ മതി. പിന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ ചെയ്യുന്നത് സ്പീഡിൽ ചെയ്യുക ഇതുപോലെ. ഓക്കെ, ഇതുപോലെ സ്പീഡിൽ ചെയ്തതിന് ശേഷം അവിടെ ആ ടേബിളും ഒന്നും വേണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യുക. ഈ 2 കൈ ഇതുപോലെ വെച്ചിട്ട് ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്ത് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ജമ്പ് ചെയ്ത് ചെയ്യുക. ഓക്കെ, ഇതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 12ന്റെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, ഓക്കെ, കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, അതിനുശേഷം നമ്മള് കൈ എന്ത് ചെയ്യുക, ഇതുപോലെ പിടിക്കുക. ശേഷം നമ്മുടെ ഈ ഇടത്തെ കാല് വലത്തെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇതുപോലെ കൊണ്ടുവരിക. ഓക്കെ, ആ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ വലത്തെ കൈ എന്ത് ചെയ്യുക, ഈ ഭാഗത്തേക്ക് ഇടത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇടത്തെ കൈ എന്ത് ചെയ്യുക, വലത്തെ കാലിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. കാല് ഇടത്തെ കൈയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക ഇതുപോലെ. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യുക,
കൊണ്ടുവരിക. ഇതും നമ്മുടെ വയറിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ഇത് നമുക്കൊരു 12 തവണ 3 സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ 1 2 3 4 ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, 24 തവണ ചെയ്യുക. അല്ലാതെ നമ്മൾ 2 കാലോടെ ചെയ്തതിന് ശേഷം 1 ആണെങ്കിൽ അത് 12 തവണയും ചെയ്യുക. ഓക്കെ, ഈ കാണിച്ചെല്ലാം വാമപ്പ് ആണ്. ഇത് എല്ലാ ദിവസവും ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ട്രൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഷോൾഡറിന് വേണ്ടിയുള്ളത് ചെയ്തിരുന്നു, പിന്നെ നമ്മൾ ബൈസിന് വേണ്ടിയുള്ളത് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡറിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ഓക്കെ, അപ്പോ ഈ കാണിക്കാൻ പോകുന്ന എക്സസൈസ് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമൊക്കെ ആയിട്ട് എന്ത് ചെയ്താൽ മതിയാകും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഡമ്പൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഡമ്പൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇഷ്ടിക അല്ലെങ്കിൽ വെള്ളം കുപ്പിക്കകത്ത് എന്ത് ചെയ്യുക, വെള്ളം എടുത്തിട്ട് ഇതുപോലെ പിടിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇരിക്കുക. ഈ കൈ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഈ കൈ ഇതുപോലെ മുകളിലേക്ക് പിടിക്കുക. ഓക്കെ, ഈ പോർഷൻ, ഇത്രയും പോർഷൻ എന്ത് ചെയ്യരുത്, അനങ്ങരുത്. ഈ ബാക്കിയുള്ള മേളത്തെ പോർഷൻ എന്ത് ചെയ്യുക, താഴേക്ക് ഇതുപോലെ വരിക. അതും തലയുടെ പുറകിലേക്കാണ് വരേണ്ടത്. ഓക്കെ, ഇതുപോലെ വരിക, പൊക്കുക. ഓക്കെ ഓക്കെ, ഇതുപോലാണ് എന്ത് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ട്രൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ കൈ പിടിക്കുക, എന്ത് ചെയ്യുക, നമ്മുടെ കഴുത്തിന്റെ തലയുടെ പുറയിലേക്ക് എന്ത് ചെയ്യുക, കൈ കൊണ്ടുപോവുക. ഓക്കെ, ഡമ്പൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡമ്പൽ യൂസ് ചെയ്യുക. ഡമ്പൽ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുപ്പിയോ അല്ലെങ്കിൽ ഇഷ്ടിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഉപയോഗിക്കാം. ഓക്കെ, ഇത് ഒരു 12 തവണ 3 സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇടത്തേ കൈ ചെയ്യുമ്പോൾ ആദ്യം വലത്തേക്ക് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ഇടത്തേക്ക് ചെയ്യുക. ഈ രണ്ടും 24 തവണ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. പിന്നെ വലത്തേ കൈ ചെയ്യുക, ഇടത്തേ കൈ ചെയ്യുക. ഓക്കെ, ഇടത്തേ കൈ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, കഴുത്തിന്റെ ഭാഗത്തേക്ക് തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക, പെടലിയുടെ ഭാഗത്തേക്ക്. ഓക്കെ, ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, കൈ കൊണ്ടുപോവുക. ഓക്കെ, ഇത് നമ്മുടെ ട്രൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്, ഈ ഭാഗത്തെ മസിലിന് വേണ്ടി. ഇനി നമ്മുടെ ഈ ഡമ്പൽ തന്നെ എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ പിടിക്കുക. ഇതേ രീതിയിൽ പിടിച്ചിട്ട് 2 കൈയും ഇതുപോലെ പൊക്കി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പോർഷൻ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഈ 2 ഭാഗം എന്ത് ചെയ്യരുത്, ഇങ്ങനെ വൈഡായി പോകരുത്, അടുപ്പിച്ച് ഇങ്ങനെ പിടിക്കരുത്. ഓക്കെ, ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക, മേളിലേക്കും താഴേക്കും ഇതുപോലെ കൊണ്ടുപോവുക. ഓക്കെ, ഇതും ട്രൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ഇത് ഒരു 12 തവണ 3 സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതുപോലെ കസേരയോ അല്ലെങ്കിൽ വേറെ ടേബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കാല് ഇതുപോലെ വെക്കുക, കൈ എന്ത് ചെയ്യുക, ഇവിടെ ടച്ച് ചെയ്യുക. നമ്മളൊന്ന് ജസ്റ്റ് എന്ത് കുനിഞ്ഞിരിക്കുക. നമ്മുടെ കൈ എന്ത് ചെയ്യുക, ഈ പോർഷൻ ഇവിടെ ഇങ്ങനെ അനക്കാതെ വെക്കുക, ഇത്രയും പോർഷൻ. ബാക്കി പോർഷൻ എന്ത് ചെയ്യുക, ചെസ്റ്റിന്റെ ഇവിടേക്ക് കൈ കൊണ്ടുവന്നിട്ട് ഈ കൈ എന്ത് ചെയ്യുക, ഒരു ബാലൻസിന് വേണ്ടി ചെസ്റ്റിന്റെ അവിടെ വെക്കുക, ഇങ്ങനെ എത്തുന്നുണ്ട് എന്നുള്ള ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് ബാക്കി പോർഷൻ എന്ത് ചെയ്യുക, ഇതുപോലെ ബാക്കിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, ശേഷം ഇതേപോലെ ടച്ച് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഈ പോർഷൻ എന്ത് ചെയ്യരുത്, താഴേക്ക് വരുമോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മുകളിലേക്ക് ചെയ്യരുത്. ഇതിന് നമുക്ക് അനങ്ങേണ്ട കാര്യമില്ല. ഈ പോർഷൻ ഇങ്ങനെയാണ് നിന്നാൽ മതി. ബാക്കി പോർഷനാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെന്ത് ചെയ്യാം, ഒരു 12 തവണ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇടത്തെ കൈയിലും അതുപോലെ തന്നെ ചെയ്യുക. ഒരു 12ന്റെ 3 സെറ്റ് ചെയ്യുക. കൈ എന്ത് ചെയ്യുക, കുറച്ച് മുകളിലേക്ക് പിടിക്കുക, ഈ കൈ ഇവിടെ ബാലൻസ് ചെയ്യുക, ബാക്കിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ,
ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ കാല് വെച്ച് ചെയ്തില്ല, അതുപോലെ തന്നെ കാല് എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക, നടുവും ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. നമ്മൾ ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ ഇതുപോലെ ഉയർത്തി വെക്കുക. എന്ത് ചെയ്യുക, ഈ പോർഷൻ എന്ത് ചെയ്യുക, രണ്ട് കൈയും ഒരുപോലെ എന്ത് ചെയ്യുക, ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇതും 12ന്റെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ട്രൈസിന് വേണ്ടിയുള്ള എക്സസൈസ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലും വയറിന് വേണ്ടിയുള്ള എക്സസൈസ് കാണിച്ചതാണ്. നമ്മളെങ്കിലും ഇപ്പോഴത്തെ ക്ലാസ്സിനും ഒരു വയറിന് വേണ്ടിയുള്ള ഒരു 3 എക്സസൈസ് കാണിച്ചു തരാണ്. ഇതുപോലെ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് നിൽക്കുക, ഇതേപോലെ നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ കൈ ഇങ്ങനെ പിടിക്കുക, കാലെന്ത് ചെയ്യുക, താഴെ ടച്ച് ചെയ്യാതെ കുറച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അതിനുശേഷം ഈ കൈ എന്ത് ചെയ്യുക, ഈ ഭാഗത്തേക്കും എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ഒന്നും എടുക്കാതെ കൈ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്താൽ മതിയാവും. കാലെന്ത് ചെയ്യരുത്, താഴെ ടച്ച് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുക ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഡമ്പലൊക്കെ എടുത്ത് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിൽക്കുക, കയ്യിൽ ഡമ്പല് വെയിറ്റ് എന്തെങ്കിലും വെക്കുക, എന്ത് ചെയ്യുക, വെയിറ്റ് എന്ത് ചെയ്യുക, ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതും നമുക്കൊരു 12ന്റെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇതേപോലെ തന്നെ ഡമ്പല് മുന്നിൽ വെക്കുക, നമ്മുടെ കാല് നേരത്തെ നമ്മൾ വെച്ചതുപോലെ തന്നെ വെക്കുക, കൈ ഇതുപോലെ എന്ത് ചെയ്യുക, താഴെ വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ ഡമ്പലിന്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യുക, കാല് മാത്രം ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക, കാല് മാത്രം ഇതുപോലെ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഡമ്പലിന്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. ഓക്കെ, ഇതും ഒരു 12ന്റെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ വേറെ കുറെ എക്സസൈസ് വയറിന് വേണ്ടി കാണിച്ചതുണ്ട്. ഡയറ്റീഷ്യന്മാരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവരെന്ത് ചെയ്യും, ലിങ്ക് അയച്ചു തരും കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒക്കെ. ഇനി അടുത്തത് ഇതുപോലെ എന്ത് ചെയ്യുക, കിടക്കുക, കാല് ഇതുപോലെ വെക്കുക. നമ്മുടെ ഈ കൈ കൊണ്ട് എന്ത് ചെയ്യുക, കാലിന്റെ ഈ ചിരട്ടയിൽ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ഈ കൈയും അതുപോലെ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ. ഓക്കെ, ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്, കിടക്കരുത്, നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് തല ഉയർത്തി മുകളിലേക്ക് വെക്കുക, വയറിനൊരു പിടുത്തം കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, തല ഉയർത്തി മുകളിലേക്ക് വെക്കുക. ശേഷം ഈ കൈ എന്ത് ചെയ്യുക, ഈ ചിരട്ടയ്ക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ടച്ച് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വയറിനൊരു പിടുത്തം വരും. ആ പിടുത്തത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ കൈ കൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് 12 അല്ല, ഇത് 24 തവണയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ 3 സെറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ ആഴ്ചയിലെ എക്സസൈസ് ക്ലാസ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചോ എത്ര കൗണ്ട് ആണെന്നോ ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. എക്സസൈസിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഡയറ്റിനെ കുറിച്ചോ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്തോ ഡയറ്റീഷ്യന്മാരുടെ അടുത്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ എക്സസൈസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. സംശയം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കുന്നുണ്ടോ? കേട്ടില്ല. മുട്ടുവേദന ഉണ്ടാകുമ്പോ ചെയ്യാൻ കഴിയുമോ? ഹലോ, മുട്ടുവേദന മുമ്പേ ഉള്ളതാണോ? അതെ, മുമ്പേ ഉള്ളതാ. മുമ്പ് ഉള്ളതാണെങ്കിൽ ആ പോർഷന്റെ ഭാഗം മാത്രം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മുമ്പുള്ളതാണെങ്കിലും ചെയ്തതിന് ശേഷം മുതലാണ് വരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അല്ലല്ല, എനിക്ക് കംപ്ലൈന്റ് ഉള്ളതാ, മുട്ടിന് കംപ്ലൈന്റ് ഉള്ള. അപ്പൊ ചെയ്യാതിരിക്കുന്ന നല്ലത്. പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്തോളൂ. ഹലോ ഡോക്ടറെ, രണ്ടു നേരം എക്സസൈസ് ചെയ്യണം? 2 നേരം ചെയ്യേണ്ട കാര്യമല്ലോ, ഒറ്റ നേരം ചെയ്താൽ മതി. നമ്മള് രാവിലെ ഒരു 5 മണി മുതൽ ഒരു 9 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കുക. വൈകിട്ട് ഒരു 4-നും ഒരു 8:30 9 മണിക്കുള്ളിലും ചെയ്ത് തീർത്താൽ മതി. വൈകിട്ടും ഏതെങ്കിലും ഒരു നേരം ചെയ്താൽ മതി, 2 നേരം ചെയ്യേണ്ടതില്ല കേട്ടോ.
ഡോക്ടറെ ഇപ്പൊ 1 മാസത്തിന് മുമ്പ് ആയുർവേദ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് എങ്ങനെയാണ്? ഡിസ്കിന്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഡിസ്കിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണ്ട കേട്ടോ, ഡയറ്റ് എടുത്താൽ മതി. ഓക്കെ. ഓക്കെ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുക. 80% നമ്മുടെ കോഴ്സിൽ ഡയറ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്താലും മതി. ഓക്കെ. പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഉണ്ടെങ്കിൽ അത് കൂടെ ചെയ്യാം. ടെന്നീസ് എൽബോയുടെ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അരമണിക്കൂറാണോ 1 മണിക്കൂറാണോ ചെയ്യേണ്ടത്? അത് നമ്മുടെ സ്റ്റാമിന പോലെ ഇരിക്കുന്നു. നമ്മൾ എപ്പോഴാണോ ചെയ്ത് തീർക്കുന്നത് അതിനനുസരിച്ച് മതിയോ. അരമണിക്കൂർ തന്നെ നമ്മൾ ഇത്ര 7 മണി മുതൽ 7 വരെ നമ്മൾ ചെയ്യും എന്നുള്ള ഒരു ഇതിൽ എല്ലാവരും ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എപ്പോഴാണോ ചെയ്ത് തീർക്കുന്നത് ആ സമയത്ത് തീരട്ടെ എന്നുള്ള ഒരു ധാരണ ഉണ്ടായാൽ മതി. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്കിപ്പം നല്ലതുപോലെ ഇപ്പൊ ദാഹിക്കും, ചിലപ്പോൾ ശ്വാസം മുട്ടലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കിതപ്പും ശ്വാസം മുട്ടലൊക്കെ നിന്ന് അതിനുശേഷം എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അടുത്ത് ചെയ്താൽ മതി. നമ്മളെല്ലാം കൂടെ പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്നില്ല കേട്ടോ. ഈ സ്കോട്ടിന് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ വേറെ വല്ല എക്സസൈസ് ഉണ്ടോ? അത് ചെയ്യുമ്പോൾ ഭയങ്കര ഇല്ല, കാണിച്ചു തരാം. അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ മുമ്പത്തെ ക്ലാസ് ലിങ്ക് ചോദിച്ചാൽ മതി, ഡയറ്റീഷ്യന്റെ അടുത്ത് അയച്ചു തരും കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ആഴ്ചത്തെ ലൈവ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.